മനസ്സിലാക്കി. അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിട്ട് സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിലവിൽ സമൂഹത്തിന്റെ മുമ്പിൽ സംശയാസ്പദമായി നിൽക്കുന്ന ചില കാര്യങ്ങളുടെ ചോദ്യങ്ങൾ എല്ലാം ഞാൻ അവരോട് ചോദിച്ചിരുന്നു. നല്ല വിശദമായിട്ട് ഞാൻ പറയാം. അതിനകത്ത് അവർ ചില മറുപടികൾ പറഞ്ഞു. ആ മറുപടികൾ അഥവാ അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയണ്ട, അത് നിങ്ങൾ വഴിയെ ചിലപ്പോൾ അറിയുമായിരിക്കും. എങ്കിലും നടന്നത് വളരെ ദാരുണമായിട്ടുള്ള വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഒരു അച്ഛനമ്മമാരെന്നുള്ള നിലയ്ക്ക് അവർക്കൊരിക്കലും താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചത്. ഈ ഒരു കാര്യത്തിനകത്ത് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അവരുടെ ഭാഗത്താണ് ശരി. അച്ഛനമ്മ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഉപ്പും മുളകും ലൈറ്റിൽ ആ ഒരു ഇളയ മോൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു എന്നൊരു കാര്യം. അതും ആ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയ ആ ഒരു പയ്യനായിട്ട് തന്നെയാണ് പോയത്. അതിപ്പോൾ 2 മാസം കഴിഞ്ഞാണ് കല്യാണമൊക്കെ വീട്ടുകാർ ഉറപ്പിച്ചിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇപ്പോൾ ഒളിച്ചോടി കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ ലൈവ് ഇട്ടിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം എല്ലാവരും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയ ഒരു ആൾക്കാരെന്ന് പറയുന്നത് ഇവരെ അച്ഛനെയും അമ്മയാണ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവർ ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ ഒരു കാര്യങ്ങളും വലിയതായിട്ട് തുറന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മൊത്തം പറയാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല, ബട്ട് ഞങ്ങൾ അങ്ങനെ വലിയ തെറ്റോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ആ ഒരു വീഡിയോയിലൊക്കെ വന്നിരുന്നത്. സോ എന്നിട്ട് പോലും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു സമയത്ത് വീഡിയോ ഇട്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരായിരിക്കാം. കാരണം അവർ പറഞ്ഞിരുന്നത് നേരത്തെയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 19 വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം മൂപ്പൻസ് വ്ലോഗ് അദ്ദേഹത്തിൻ്റെ വീഡിയോ, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ എതിർത്താണ് ഒരു പെൺകുട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു വീഡിയോ ഇട്ടിരുന്നത്. പക്ഷേ ഇതിന് ശേഷം അവർ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു വീട്ടിൽ നിന്ന് കോൾ വരുന്ന അച്ഛനും അമ്മയും വിളിച്ച് സംസാരിച്ച സമയത്തുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ എല്ലാം ഈ ഒരു മൂപ്പൻസ് വ്ലോഗിലെ ഈ ഒരു വ്യക്തിയോട് പറയുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ കണ്ട വീഡിയോ ആയിട്ട് ഇരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കരുതുന്ന പോലെ ആ ഒരു അച്ഛനും അമ്മയും ഒന്നും തന്നെ തെറ്റങ്ങനെ ചെയ്തിട്ടില്ല. ഇതെല്ലാം ആ ഒരു പയ്യൻ്റെയൊക്കെ കാരണം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഈ ഒരു സമയത്ത് നിശ്ചയം കഴിഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഈ മൂപ്പൻസ് വ്ലോഗിലൊന്നും പറയുന്നില്ല. അധികം വീഡിയോ ഇട്ടിട്ടൊന്നും ഫുള്ളായിട്ട് പറയുന്നില്ല. അത് നിങ്ങളൊരു ദിവസം അറിയുമെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ തെറ്റായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതൊന്നും. സോ അവരുടെ കയ്യിലല്ല തെറ്റ്, അച്ഛൻ്റെ അമ്മയുടെ കയ്യിലൊന്നും തെറ്റില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഭാവിയിൽ അറിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച സമയത്തുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ആ വീഡിയോ ഇട്ട സമയത്ത് എന്നെ ആരും ഓഫർ ചെയ്യുക അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ചോ അങ്ങനെയൊന്നുമില്ല. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. എനിക്ക് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടി. സോ അതോടെ എനിക്ക് മനസ്സിലായി ഇവരല്ല കുറ്റക്കാർ എന്നുള്ളൊരു കാര്യം.